ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി അടക്കം പ്രമുഖരെ വധിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും പദ്ധതിയിടുന്നുവെന്ന് ചില വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. വൻ സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തി. അതേസമയം ഗസയിൽ ഇസ്രയേലിൻ്റെ ആക്രമണം തുടരുകയാണ്. ഈ വേളയിൽ പി ജെയിംസ് ഈ വാർത്ത അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഈ ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത ഒരു ഇസ്രയേലിന് ഭീതി ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസീസ് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം അവരുടെ യുദ്ധകാല മന്ത്രിസഭയിലെ ഉന്നതരെ, ഒപ്പം തന്നെ സൈനിക തലവനെ, മൊസാദിൻ്റെ തലപ്പത്തുള്ളവരെ, ഇവരെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ട് അവരെ നേരിട്ട് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ മിസൈലുകൾ അയക്കാനോ അല്ലെങ്കിൽ വേറെ തരത്തിൽ വധശ്രമത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത് അവരുടെ ഡയലോഗ് ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് വല്ലാത്തൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഭരണകൂടത്തിൽ എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള സുരക്ഷാ സന്നാഹം ഇരട്ടിയാക്കിയിരിക്കുന്നു. അയൺ ഡോമുകൾ വെച്ചിരിക്കുന്നു. ഏത് മിസൈലുകൾ വന്നാലും തടഞ്ഞു നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചത് ഇറാൻ വല്ലാത്ത ഒരു അപമാനത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുടെ രാജ്യത്ത് അതിഥിയായി വന്ന ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് അതിനൊരു പ്രതികാരം എന്ന നിലയിലാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നത്. ഇതുവരെ പറഞ്ഞത് ഇറാൻ നേരിട്ട് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയും വൻതോതിൽ മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തുമെന്നാണ്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ, അമേരിക്കയുടെ അന്തർവാഹിനി അടക്കം ഇസ്രായേലിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് ഇറാൻ അറിയാം. നേരത്തെ തന്നെ ഈ രീതിയിൽ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചെങ്കിലും അതെല്ലാം അയൺ ഡോമും പാട്രിയോട്ട് മിസൈലുകളൊക്കെ ചേർന്ന് തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ഇറാൻ വേറൊരു തന്ത്രം പയറ്റുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത് ഈ മണിക്കൂറുകളിൽ. എന്തായാലും ഇറാനും അതുപോലെ തന്നെ ലെബനിൽ നിന്നുള്ള ഹെസ്ബുള്ളയുടെ കമാൻഡറെയും വധിച്ചിരുന്നു. ഫുവാദ് ഷുക്കൂർ എന്ന അവരുടെ കമാൻഡറെ വധിച്ചിരുന്നു. എന്തായാലും ഈ തരത്തിലൊരു പദ്ധതി സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. അതിനിടയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദോഹയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെടിനിർത്തലിന് വേണ്ടി ഖത്തർ, ഈജിപ്ത്, അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അവർ പറയുന്ന സൃഷ്ടിപരമാണ് ചർച്ചകൾ, സാധ്യതയുണ്ട്. ആന്റണി ബ്ലിങ്കൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലിലേക്ക് ഉടനെ പറന്നെത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത തെളിയുമ്പോഴും ഇസ്രായേൽ ഈ മണിക്കൂറുകളിലും ഗസയിൽ ആക്രമണം നടത്തുകയാണ്. അതിനിടയിൽ ഒരു പക്ഷേ സങ്കടകരമായൊരു വാർത്ത ഗസയിൽ നിന്ന് വരുന്നത് 25 വർഷത്തിന് ശേഷം ഇതാദ്യമായി ഗസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇത് പടർന്നു പിടിച്ചാൽ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാവും. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശാശ്വത പരിഹാരം പോളിയോയ്ക്ക് സമാധാനമാണ്. എന്തായാലും 16 ലക്ഷം പോളിയോ വാക്സിനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് UN. ഗസയിൽ പോളിയോ കുഞ്ഞുങ്ങൾക്ക് പോളിയോ പിടിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് വല്ലാത്ത ഒരു ടെററൈസ് ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഒപ്പം തന്നെ യമനിലെ ഹൂതികളുടെ ഒരു ബോട്ട് അമേരിക്കയുടെ നാവികസേന തകർത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി, ചെങ്കടലിൽ തകർത്തു എന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ച, മറുഭാഗത്ത് ആക്രമണം, വധശ്രമം, ഇങ്ങനെ തുടങ്ങി വളരെ സംഭവ ബഹുലമാണ് ആ പ്രദേശം, പശ്ചിമേഷ്യ. ഓക്കെ, പി ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങളുടെ നേരെയുള്ള ആക്രമണത്തിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ വാർത്തകൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ കെട്ടിടങ്ങളും അടക്കം ഒരുപാട് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം നടക്കുന്നു. 200-ലേറെ ആക്രമണങ്ങൾ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ക്രൈസ്തവരുടെ അതുപോലെ തന്നെ ബുദ്ധമതക്കാരുടെയൊക്കെ പ്രദേശങ്ങളും അവരുടെ കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് വല്ലാത്ത ഒരു തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഇതേ തുടർന്ന് പ്രൊഫസർ മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചു. അതിലാണ് പറഞ്ഞത് കടുത്ത നടപടി ഉണ്ടാവും എന്നുള്ള തരത്തിൽ ചർച്ചകൾ ഉണ്ടായത്. അത് സംബന്ധിച്ച് ഉറപ്പ് കൊടുത്തിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. എന്തായാലും
ഇതൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. എന്തായാലും അതിനിടയിൽ തന്നെ SKN വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രക്ഷോഭകർ വടിയും അതുപോലെ തന്നെ ഇരുമ്പ് റോഡുകളുമായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് SKN. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. അപ്പോൾ ഒരിക്കൽ കൂടി ചിങ്ങപ്പുലരി ആശംസകൾ. കൊല്ലവർഷം ചിങ്ങപ്പുലരിയുടെ ആശംസകൾ പുതിയ SKN. നൂറ്റാണ്ട് ആരംഭിക്കുകയാണ് മലയാള ഇറ. ഓക്കെ, താങ്ക് യു.